ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു കരിയർ വെയിൻ അപ്ഡേറ്റ്സ്. പ്ലസ് വൺ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്കിപ്പോൾ ഓൺലൈൻ അപേക്ഷ കൊടുക്കുവാൻ സാധിക്കുന്നതാണ്. നിലവിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, മെയ് 20-ാം തീയതി വരെയാണ് അപേക്ഷ കൊടുക്കുവാൻ സാധിക്കുക. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികൾക്കും ഇപ്പോൾ തന്നെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ വന്നിട്ട് അപേക്ഷ കൊടുക്കുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് എങ്ങനെ സ്വന്തമായിട്ട് മൊബൈൽ ഫോൺ വഴി തന്നെ അപേക്ഷ കൊടുക്കുവാൻ സാധിക്കുമെന്നുള്ള ഡീറ്റെയിൽഡ് ഇൻഫർമേഷനാണ് ഈ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലെ എല്ലാ അപ്ഡേറ്റ്സുകൾക്കും, പ്രത്യേകിച്ച് പ്ലസ് വൺ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള ഓരോ അപ്ഡേറ്റ്സുകൾക്കും, അതായത് അപേക്ഷ കൊടുത്തു കഴിഞ്ഞാലുള്ള എഡിറ്റ് ഓപ്ഷൻസ്, ട്രയൽ അലോട്ട്മെൻറ്റ്, ഫസ്റ്റ് സെക്കൻഡ് തുടങ്ങിയ മുഴുവൻ അലോട്ട്മെൻറ്റുകളുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ അപ്ഡേറ്റ്സുകൾക്കും നമ്മുടെ ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുവാനും ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് നോക്കുവാനും ആമുഖമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ഫസ്റ്റ് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ശ്രദ്ധിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്, അപേക്ഷയുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും നേരത്തെ തന്നെ ഒട്ടുമിക്ക അക്ഷയ സെൻറ്ററുകൾ, അതേപോലെ ഓൺലൈൻ അപേക്ഷ സെൻറ്റർ, ഇങ്ങനെയുള്ള പല സ്ഥലങ്ങളിലും പോയിട്ട് ക്യൂ നിന്നുകൊണ്ട് അപേക്ഷകത വെയിറ്റ് ചെയ്യുന്ന കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യമൊന്നും അത് പ്ലസ് വൺ അഡ്മിഷനുമായി ബന്ധപ്പെട്ടില്ല. കാരണം വളരെ എളുപ്പത്തിൽ തന്നെ രക്ഷിതാക്കൾക്ക് അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് സ്വന്തമായിട്ട് മൊബൈൽ ഫോൺ വഴി തന്നെ എളുപ്പത്തിൽ അപേക്ഷ കൊടുക്കാൻ സാധിക്കുന്ന ഒരു അപേക്ഷ രീതിയാണ് പ്ലസ് വൺ അഡ്മിഷൻ. ഇനി അഥവാ വിദ്യാർത്ഥികൾക്ക് സ്വന്തമായിട്ട് അപേക്ഷ കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ പഠിച്ച സ്കൂളിൽ നിങ്ങൾക്ക് അതിൻ്റെ അപേക്ഷയുമായി ബന്ധപ്പെട്ട ഹെൽപ്പ് ഡെസ്ക് ഓൾറെഡി അവൈലബിൾ ആണ്. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഈ ഒരു വെബ്സൈറ്റിൽ വന്ന് സ്വന്തമായിട്ട് കൊടുക്കുവാൻ സാധിക്കുന്ന രീതിയിൽ മൊബൈൽ ഫോൺ വഴി തന്നെ, കാരണം മറ്റുള്ള അപേക്ഷയിൽ പല കാര്യങ്ങളും അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. എന്നാൽ ഇത്തരത്തിൽ പ്രധാനപ്പെട്ട ഡോക്യുമെൻറ്റ്സുകളൊന്നും അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് മൊബൈൽ ഫോൺ വഴി തന്നെ കൊടുക്കുവാൻ സാധിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെ കൊടുക്കാമെന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യത്തിലോട്ട് പോകാം. അപ്പോൾ ഒന്നാമതായിട്ട് ഒഫീഷ്യൽ വെബ്സൈറ്റ് ശ്രദ്ധിക്കുക. നേരത്തെ കഴിഞ്ഞ വീഡിയോ ചെയ്തിരുന്നു. അതേ രീതിയിൽ hscap.kerala.gov.in ഇതാണ് ഒഫീഷ്യലായിട്ടുള്ള പ്ലസ് വൺ അഡ്മിഷൻ്റെ വെബ്സൈറ്റ്. ഈ ഒരു വെബ്സൈറ്റിൽ വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ഗൂഗിൾ അടിച്ചാൽ തന്നെ ഫസ്റ്റ് ലിങ്ക് കാണും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ പേജ്. ഓക്കെ, അപ്പോൾ ഈ ഒരു പേജിൽ വിദ്യാർത്ഥികൾക്ക് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ വീഡിയോ ഞാൻ കാണിച്ചു തന്നിരുന്നു. A to Z കാര്യങ്ങൾ ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ടും പ്രോസ്പെക്ട്സ്, അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും. ഇനി ഇതിൽ ഹൗ ടു അപ്ലൈ ഓൺലൈൻ എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനെ സ്വന്തമായിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന ഓരോ സ്റ്റെപ്പും ഇതിൽ കാണാൻ സാധിക്കും. ഇനി അതോടൊപ്പം തന്നെ ക്രിയേറ്റഡ് കാൻഡിഡേറ്റ് ലോഗിൻ. ഇനി കൂടാതെ ഇതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ലാസ്റ്റ് റാങ്ക് ഇൻ WGPA, അതായത് കഴിഞ്ഞ വർഷം നിങ്ങളുടെ ഇപ്പോഴത്തെ മാർക്കിനെ ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾ ഉദാഹരണത്തിന് ABC എന്ന് പറയുന്ന സ്കൂളിൽ സയൻസ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ ആ സ്കൂളിൽ സയൻസ് വിഷയത്തിൽ അഡ്മിഷൻ കിട്ടുമോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ കഴിഞ്ഞ വർഷം ലാസ്റ്റ് കിട്ടിയത് ഏത് വിദ്യാർത്ഥിക്കാണ്, ആ വിദ്യാർത്ഥിയുടെ മാർക്കും നിങ്ങളുടെ മാർക്കും കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം സാധ്യത മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിനായിട്ട് WGPA എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, ഇതൊക്കെ കൃത്യമായിട്ട് പ്രോസ്പെക്ട്സിൽ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ 16-ാമത്തെ പേജിൽ കൃത്യമായിട്ട് അത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഈ പറയുന്ന വ്യൂ ലാസ്റ്റ് റാങ്ക് ഇൻ WGPA എന്നുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള WGPAയുടെ എല്ലാ കാര്യങ്ങളും ഇവിടെ കൃത്യമായിട്ട്, അതായത് നിങ്ങളുടെ ഡിസ്ട്രിക്റ്റ്, അതേപോലെ കാറ്റഗറി, ഏതാണ് സ്കൂൾ, കോഴ്സ്, ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്കൂളിൽ ലാസ്റ്റ് കിട്ടിയ വിദ്യാർത്ഥിയുടെ റാങ്ക് ലിസ്റ്റും അതേപോലെ WGPA, അതായത് നിങ്ങളുടെ ഗ്രേഡ് പോയിന്റും ഇവിടെ കൃത്യമായിട്ട് കാണുവാൻ സാധിക്കുന്നതാണ്. ഇനി നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങളുടെ WGPA കാൽക്കുലേറ്റ് ചെയ്യാൻ മാനുവലായിട്ട് പ്രോസ്പെക്ട്സിൽ പറഞ്ഞ പ്രകാരം പറ്റിയില്ല എങ്കിൽ ഇവിടെ ഓൺലൈനായിട്ട് തന്നെ നിങ്ങളിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അത്തരത്തിൽ നിങ്ങളുടെ WGPA കാൽക്കുലേറ്റ് ചെയ്ത് ഏകദേശം നിങ്ങളുടെ പഠിക്കാൻ ആഗ്രഹിക്കുന്ന സ്കൂൾ അഡ്മിഷൻ കിട്ടുമോ ഇല്ലയോ എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള എല്ലാ ഓപ്ഷൻസും ഇതിൽ തന്നെ ഉണ്ട്. ഇനി അതോടൊപ്പം തന്നെ ഇനി നമുക്ക് എങ്ങനെ അപേക്ഷ കൊടുക്കാൻ സാധിക്കുമെന്നുള്ളത് നോക്കാം. അതിനായിട്ട് ഇവിടെ ഏറ്റവും മുകളിൽ ഇവിടെ ഫസ്റ്റ് ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ ആണ്. അപ്പോൾ ആദ്യം കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ കാൻഡിഡേറ്റ് ലോഗിൻ എന്നുള്ളത് കാണാൻ സാധിക്കും, SWS. അവിടെ വന്നിട്ട് നിങ്ങൾ ഈ പറയുന്ന ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ടൈപ്പ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്തിട്ടാണ് ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒന്നാമതായിട്ട് എല്ലാ വിദ്യാർത്ഥികളും ശ്രദ്ധിക്കുക, ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ജില്ലയിലാണ് നിങ്ങൾ അപേക്ഷ കൊടുക്കുന്നത് ആ ജില്ല ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. കാരണം ഒരു വിദ്യാർത്ഥിക്ക് എത്ര ജില്ലയിൽ വേണം അപേക്ഷ കൊടുക്കാൻ സാധിക്കും. അപ്പോൾ പക്ഷേ ഓരോ ജില്ലയ്ക്കും സെപ്പറേറ്റ് ആയിട്ട് അപേക്ഷ കൊടുക്കണമെന്ന് മാത്രം. അപ്പോൾ ഒന്നാമതായിട്ട് നമ്മൾ ഉദാഹരണത്തിന് ഞാനിപ്പോൾ ട്രിവാൻഡ്രത്താണ് കൊടുക്കുന്നതെങ്കിൽ ട്രിവാൻഡ്രം സെലക്ട് ചെയ്തു, സബ്മിറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം നോക്കാം, SSLC സ്കീം. അപ്പോൾ അത് നമ്മളിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒന്നാമതായിട്ട് SSLC ഇപ്പോൾ റീസെൻ്റ്ലി ഇപ്പോൾ 2024-25 ഇപ്പോൾ കഴിഞ്ഞ വിദ്യാർത്ഥികളാണെങ്കിൽ, അതായത് ഇപ്പോൾ ജസ്റ്റ് റിസൾട്ട് വന്ന് വെയിറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ 2024 നമ്പർ 1 ക്ലിക്ക് ചെയ്യുക. ഇനി രണ്ടാമത് അതിന് മുമ്പ് കഴിഞ്ഞ വർഷം, അതായത് ഈ വർഷത്തിന് തൊട്ട് മുമ്പ് കഴിഞ്ഞ ഏത് വർഷങ്ങളാണ്, അതായത് 2007 മുതൽ 24 വരെ കഴിഞ്ഞ വിദ്യാർത്ഥികളാണ് രണ്ടാമത്തെ ഓപ്ഷൻ. ഇനി അതേപോലെ തന്നെ THSLC വിഭാഗത്തിലുള്ളവർ മൂന്നാമത്, ഇനി CBSE വിഭാഗക്കാർ 4, ICS വിഭാഗക്കാർ 5. ഇനി ഈ കാറ്റഗറിയിലൊന്നും പെടാത്തവരാണെങ്കിൽ അതർ, അതായത് മറ്റു സ്റ്റേറ്റ് ബോർഡിൽ നിന്നൊക്കെ കഴിഞ്ഞവരാണെങ്കിൽ അതർ 7-ാമത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. ഇനി അതുപോലെ 8-ാമത് THSL ടെക് എജു ഈ വിഭാഗത്തിൽപ്പെടുന്നവരാണെങ്കിൽ 8. അപ്പോൾ നോർമലായിട്ട് എല്ലാ വിദ്യാർത്ഥിയും നമ്പർ 1 തന്നെയായിരിക്കും. അപ്പോൾ നമ്പർ 1 അത് ഇപ്പോൾ കഴിഞ്ഞ വിദ്യാർത്ഥികളാണെങ്കിൽ അത്തരത്തിൽ വിദ്യാർത്ഥികളുടെ പ്രത്യേകത നമ്മുടെ മാർക്ക് ലിസ്റ്റ് ഉൾപ്പെടെ, അതായത് നിങ്ങളുടെ ഗ്രേഡ് കാര്യങ്ങളൊക്കെ ലാസ്റ്റ് സ്റ്റേജിൽ ഓട്ടോമാറ്റിക് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാക്കിയുള്ളവരൊക്കെയാണ് എൻ്റർ ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കതൊക്കെ ആ സ്റ്റെപ്പിൽ നമുക്ക് നോക്കാം. ഇനി അതേപോലെ രജിസ്റ്റർ നമ്പർ, നിങ്ങളുടെ SLCയുടെ രജിസ്റ്റർ നമ്പർ വളരെ കൃത്യമായിട്ട് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു.
ഇനി അതോടൊപ്പം തന്നെ കാൻഡിഡേറ്റ് നെയിം. ശ്രദ്ധിക്കേണ്ട കാര്യം SLC ബുക്കിൽ നിങ്ങൾ കൊടുത്ത അതേ രീതിയിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, കാരണം മൊബൈൽ ഫോൺ വഴിയൊക്കെ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരുത്താതെ ശ്രദ്ധിക്കുക. ഇനി അതോടൊപ്പം തന്നെ ഏറ്റവും ബെറ്റർ നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് കൊടുക്കലാണ്. കാരണം അക്ഷയ പോലുള്ള മറ്റു സെൻറ്ററിലേക്ക് പോകുമ്പോൾ അവിടെയൊക്കെ ഒരുപാട് തിരക്ക് പിടിക്കുന്ന സമയത്ത് ഇനി അല്ലെങ്കിൽ നിങ്ങൾ അവിടെ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഫോം പ്രിൻ്റ് എടുത്തിട്ട് അതിൽ നിങ്ങൾ എഴുതി കൊടുക്കുന്ന സമയത്ത് അവർ നോക്കി ടൈപ്പ് ചെയ്യുമ്പോൾ ഒരു പക്ഷേ മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അഡ്മിഷനെ തന്നെ അത് ബാധിക്കും. അതുകൊണ്ട് സ്വന്തമായിട്ട് തന്നെ ചെയ്യാൻ വേണ്ടി എല്ലാ രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ശ്രദ്ധിക്കാൻ വേണ്ടി ഓർമ്മപ്പെടുത്താണ്. അതോടൊപ്പം തന്നെ കാൻഡിഡേറ്റ് നെയിം ഒന്നുകൂടി കൺഫേം ചെയ്യും. ഉദാഹരണത്തിന് എൻ്റെ പേര് സംവാദമാണെങ്കിൽ എൻ്റെ അത് വീണ്ടും സെയിം ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. അത് മന്ത് പാസ്, അതായത് ഇപ്പോൾ റിസൾട്ട് പാസ്സായിട്ടുള്ള മന്ത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇനി അതേപോലെ തന്നെ അടുത്ത സ്റ്റെപ്പിൽ ഇയർ പാസ്, ഇപ്പോൾ നിങ്ങൾ ഏത് ഇയറിലാണ് പാസ്സായിട്ടുള്ളത് ആ ഇയർ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ഇനി അതോടൊപ്പം തന്നെ ഡേറ്റ് ഓഫ് ബർത്ത്, ജസ്റ്റ് ഡേറ്റ് അതേപോലെ തന്നെ മന്ത്, ഉദാഹരണത്തിന് 10/2/2000 ആണെങ്കിൽ ആ രീതിയിൽ ജസ്റ്റ് ഇവിടെ സെയിം രീതിയിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. അതായത് 10 അതേപോലെ ജസ്റ്റ് ഹൈഫൻ ഇടുന്നു, ഇതേ രീതിയിൽ. ഓക്കെ, ഇനി നിങ്ങളുടെ മൊബൈൽ നമ്പർ ഇവിടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന മൊബൈൽ നമ്പർ തന്നെ രക്ഷിതാവ് നിർബന്ധമായിട്ടും ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മൊബൈൽ നമ്പർ തന്നെ കൊടുക്കുക. കാരണം ഇതിലാണ് ബാക്കി OTP കാര്യങ്ങളൊക്കെ വരിക. അതുകൊണ്ട് ഒരിക്കലും യാതൊരു കാരണവശാലും പുറമേ നിന്ന് ചെയ്യുന്നവർ അവരുടെ ആരുടെയെങ്കിലും മൊബൈൽ നമ്പറോ അല്ലെങ്കിൽ ആ രീതിയിൽ കൊടുക്കാതിരിക്കുക, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങളുടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു, ആ സെയിം നമ്പർ വീണ്ടും കൺഫേം ചെയ്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. തെറ്റാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക, അതിലാണ് OTP കാര്യങ്ങളൊക്കെ വരിക. അതിനുശേഷം മോഡ് ഓഫ് ആപ്ലിക്കേഷൻ സബ്മിഷൻ. ഓക്കെ, അത് സെൽഫ് അതേപോലെ സ്കൂൾ ഡെസ്ക് അതേഴ്സ്. അപ്പോൾ സ്വാഭാവികമായിട്ട് സ്വന്തമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ സെൽഫ് കൊടുക്കുക, നിങ്ങൾ പുറമേ നിന്നൊക്കെ ചെയ്യുന്നതാണ് അതേഴ്സ് കൊടുക്കുക. അപ്പോൾ സ്വാഭാവികം സെൽഫ് തന്നെ കൊടുക്കുക. അതോടൊപ്പം തന്നെ താഴെ കാണുന്ന ക്യാപ്ച കോഡ്. അപ്പോൾ അത് നിങ്ങൾ അപേക്ഷ കൊടുക്കും, ഓരോരുത്തരുടെയും ക്യാപ്ച കോഡ് വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ഇപ്പോൾ കാണുന്നത് എൻ്റെ ഇതിൽ കാണുന്നത് ഈ 62,550, അത് ജസ്റ്റ് ഇതേ രീതിയിലൊന്ന് ടൈപ്പ് ചെയ്ത് സബ്മിറ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. അടുത്ത പേജിൽ നിങ്ങൾക്ക് വീണ്ടും ഈ രീതിയിൽ സെൻഡ് OTP എന്നുള്ള ഒരു ലിങ്ക് കാണാൻ സാധിക്കും. അതായത് നിങ്ങൾ കൊടുത്ത മൊബൈൽ നമ്പർ കാര്യങ്ങൾക്ക് ഇവിടെ കൃത്യമായിട്ട് കാണിച്ചു തരും. അതിനുശേഷം നിങ്ങൾ വീണ്ടും സെൻഡ് OTP എന്നുള്ള ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ ഫോണിലോട്ട് ഒരു OTP നമ്പർ മെസ്സേജ് ആയിട്ട് വരും. അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളുടെ മൊബൈൽ ഫോൺ നമ്പർ അതുകൊണ്ടാണ് കറക്റ്റ് ഇപ്പോൾ നിങ്ങളുടെ കൈവശമുള്ള മൊബൈൽ നമ്പർ തന്നെ കൊടുക്കാൻ വേണ്ടി പറഞ്ഞത്. അപ്പോൾ കൊടുത്ത് ഒരു പരമാവധി ഒരു 291 സെക്കൻഡാണ്. ഇനി അഥവാ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്, കാരണം ഒരുപാട് യൂസേഴ്സ് ഒരേ സമയത്ത് അപ്ലൈ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് തന്നെ ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. നിങ്ങളുടെ മൊബൈൽ നമ്പറിൽ OTP വരുന്നത് വരെ ജസ്റ്റ് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. പരമാവധി ഈ രീതിയിൽ 290 സെക്കൻഡാണ് ഇതിൽ പറയുന്നത്. അതിനുള്ളിൽ വരും. അത് അത് സെർവർ ബിസി ആവുന്നതിനനുസരിച്ച് കുറച്ച് ലേറ്റ് ആവും, അതുകൊണ്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ആ OTP വരുന്നവരെ വെയിറ്റ് ചെയ്യുക. അങ്ങനെ നിങ്ങൾ മൊബൈൽ ഫോണിൽ വന്നിട്ടുള്ള ആ ഒരു OTP, നിങ്ങൾ ജസ്റ്റ് OTP എന്ന് പറയുന്ന മെസ്സേജ് വരും. ആ OTP നമ്പർ മാത്രം ഇവിടെ കൃത്യമായിട്ട് നിങ്ങൾ ആ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതായത് OTP നമ്പർ എന്ന് പറയുന്നതിൽ ആ ഒരു മെസ്സേജിൽ OTP നമ്പേഴ്സ് മാത്രം ഇവിടെ നിങ്ങൾ ജസ്റ്റ് നിങ്ങളൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ആ രീതിയിൽ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത പേജിൽ നിങ്ങൾക്ക് ഇങ്ങനെ ലിങ്ക് ഈ ഒരു പേജ് കാണാൻ സാധിക്കും. അവിടെ നിങ്ങളുടെ പാസ്വേഡ് നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അതായത് നിങ്ങൾ ആപ്ലിക്കേഷൻ നമ്പർ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ വന്നിട്ടുണ്ട്, ആപ്ലിക്കേഷൻ നമ്പറും OTP നമ്പറും. ആ ഒരു ആപ്ലിക്കേഷൻ നമ്പർ നിങ്ങൾ നിർബന്ധമായി നിങ്ങൾ സേവ് ചെയ്ത് വെക്കുക. ഇനി നിങ്ങൾ പാസ്വേഡാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ പാസ്വേഡ് സ്വാഭാവികമായിട്ട് ഒരു സ്ട്രോങ് ആയിട്ടുള്ള പാസ്വേഡ്. ഉദാഹരണത്തിന് ഒരു സിമ്പിളായിട്ട് പറയുകയാണ്, എൻ്റെ പേര് അതായത് സവാദ് @123 ആ രീതിയിൽ. ഇപ്പോൾ S ക്യാപ്സ് ലെറ്റർ കൊടുക്കുന്നു, S ക്യാപ്സ് ലെറ്റർ, അതേപോലെ ബാക്കിയൊക്കെ സ്മോൾ ലെറ്റർ. ഓക്കെ, സവാദ് @123 ആ രീതിയിൽ ആ ഒരു ഫോർമാറ്റിൽ നിങ്ങൾ കൊടുക്കുക. അതേ രീതിയിലല്ല, ആ ഒരു ഫോർമാറ്റിൽ നിങ്ങൾ എളുപ്പത്തിൽ അതായത് മറന്നു പോകാത്ത രീതിയിൽ ഒരു പാസ്വേഡ് സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സവാദ് @123 എന്ന് പകരം നിങ്ങൾ മൊബൈൽ ഫോൺ നമ്പറിൻ്റെ ആദ്യത്തെ 3 ലെറ്ററോ ആ രീതിയിൽ ഏതെങ്കിലും ഒന്ന് കൊടുക്കുക. ഓക്കെ, അതാകുമ്പോൾ സ്ട്രോങ് പാസ്വേഡായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അതേപോലെ ആ സെയിം പാസ്വേഡ് തന്നെ നിങ്ങൾ വീണ്ടും കൺഫേം ആയിട്ട് വീണ്ടും ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഉദാഹരണം ഞാൻ പറഞ്ഞ പോലെ സവാദ് @123 ഒരു മോഡലാണ്. അതിന് വേണ്ടിയിട്ട് ആ രീതിയിൽ S ക്യാപ്സ് ലെറ്റർ കൊടുക്കുക, ഫസ്റ്റ് ലെറ്റർ ക്യാപ്സ് ലെറ്റർ, ആ രീതിയിൽ ഒരു പവർഫുൾ ആയിട്ടുള്ള പാസ്വേഡ് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ അതിനുശേഷം നിങ്ങൾ അപ്ഡേറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പാസ്വേഡ് സെറ്റായി. അതേപോലെ യൂസർ ID ഓൾറെഡി നിങ്ങൾക്ക് കിട്ടി, അത് ആപ്ലിക്കേഷൻ നമ്പർ കിട്ടി. അപ്പോൾ ഈ ഒരു പാസ്വേഡും നേരത്തെ OTP ആയിട്ട് നേരത്തെ മൊബൈൽ ഫോണിൽ വന്ന ആപ്ലിക്കേഷൻ നമ്പറാണ്, OTP അല്ല. ആ ഒരു ആപ്ലിക്കേഷൻ നമ്പറും പുതുതായിട്ട് കൊടുത്ത ഈ ഒരു പാസ്വേഡും വെച്ചുകൊണ്ടാണ് ഇനി നിങ്ങൾ ഈ ട്രയൽ അലോട്ട്മെൻറ്റ് ആയിക്കോട്ടെ, മറ്റേത് എഡിറ്റ് ഓപ്ഷൻ ആയിക്കോട്ടെ, എല്ലാ കാര്യങ്ങളും നിങ്ങൾ ലോഗിൻ ചെയ്യേണ്ടത്. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും HSCAPൻ്റെ ഹോം പേജിലൂടെ വന്ന് താഴെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ്റെ തൊട്ട് താഴെ കാൻഡിഡേറ്റ് ലോഗിൻ എന്നുള്ള ലിങ്ക് കാണിച്ചത്. അപ്പോൾ നമ്മളിപ്പോൾ ഓൾറെഡി കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്തു, നമുക്കൊരു ആപ്ലിക്കേഷൻ നമ്പർ ഓൾറെഡി കിട്ടി, പാസ്വേഡ് നമ്മൾ സെറ്റ് ചെയ്തു. അപ്പോൾ നമ്മളിവിടെ ഈ കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്നുള്ള ആ ലിങ്ക് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ യൂസർ നെയിം, അതായത് നിങ്ങളുടെ മൊബൈൽ ഫോൺ വന്നിട്ടുള്ള ആപ്ലിക്കേഷൻ നമ്പർ ഇവിടെ കൃത്യമായി ടൈപ്പ് ചെയ്യുന്നു. പാസ്വേഡ് നമ്മളിപ്പോൾ പാസ്വേഡ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ എൻ്റെ പാസ്വേഡ് ഞാനൊരു ഫോർമാറ്റ് പറഞ്ഞു സവാദ് @123, അത് കൃത്യമായിട്ട് ഫസ്റ്റ് ലെറ്റർ ക്യാപ്സ് ലെറ്റർ കൊടുത്ത് സെറ്റ് ചെയ്തു, അത് ടൈപ്പ് ചെയ്യുന്നു. ഇനി ഡിസ്ട്രിക്റ്റ് ഏത് ജില്ലയാണ് കൊടുത്തത്, ഇപ്പോൾ ട്രിവാൻഡ്രം ആ രീതിയിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്തു. അതിനുശേഷം ലോഗിൻ ബട്ടൺ പ്രസ് ചെയ്ത് നമ്മൾ ലോഗിൻ ചെയ്യുവാണ്. ഇനി നമുക്ക് അടുത്ത പേജിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ നെയിം അതേപോലെ ആപ്ലിക്കേഷൻ നമ്പർ ഒക്കെ നിങ്ങൾക്ക് ഇവിടെ മുകളിൽ കാണാൻ സാധിക്കും. അതിനുശേഷം താഴെ നിങ്ങൾക്കിവിടെ അപ്ലൈ നൗ
അപ്ലൈ ഓൺലൈൻ എന്നുള്ള ലിങ്ക് ഏറ്റവും താഴെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ. ഓക്കെ, ആ ഒരു അപ്ലൈ ഓൺലൈൻ ഇനിയാണ് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്ത് ഇനി നമ്മൾ അപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ ആ ഒരു അപ്ലൈ ഓൺലൈൻ എന്നുള്ള ആ താഴെ കൊടുത്ത ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത പേജിലോട്ട് പോകാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു പേജിലാണ് എല്ലാ കാര്യങ്ങളും പ്രധാനമായിട്ടും കൊടുക്കുന്നത്. നമുക്ക് സിമ്പിളായിട്ട് ഓരോ കാര്യം ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. അപ്പോൾ ഒന്നാമതായിട്ട് കൊടുക്കേണ്ടത്, അതായത് ആപ്ലിക്കേഷൻ നമ്പർ ഓൾറെഡി വന്നിട്ടുണ്ട്. അതേപോലെ സെലക്ട് സ്കൂൾ ഇൻ വിച്ച് കാൻഡിഡേറ്റ് പാസ്ഡ് ക്വാളിഫയിങ് എക്സാമിനേഷൻ. അപ്പോൾ നിങ്ങൾ ഏത് സ്കൂളിൽ നിന്നാണ് നിങ്ങൾ പാസ്സായിട്ടുള്ളത്. ഉദാഹരണത്തിന് ഞാൻ നേരത്തെ പറഞ്ഞ ABC ഹയർ സെക്കൻഡറി സ്കൂളാണെങ്കിൽ അവിടെ ജസ്റ്റ് നിങ്ങൾ കൊടുത്ത ജില്ലയിൽ ഇവിടെ ഈ ഒരു സൈഡിലൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ സ്കൂളിനും ലിസ്റ്റ് കാണാൻ സാധിക്കും. ഇനി അഥവാ നിങ്ങൾ പഠിച്ച സ്കൂൾ ഹയർ സെക്കൻഡറി ഇല്ല, അവിടെ ഹൈസ്കൂൾ മാത്രമുള്ള സ്കൂളാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ ലിസ്റ്റിൽ വരില്ല. അങ്ങനെയാണെങ്കിൽ അവിടെ അതേഴ്സ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ലാസ്റ്റ് നിങ്ങൾ അതേഴ്സ് എന്ന് കാണാൻ പറ്റും. ആ അതേഴ്സ് കൊടുത്താൽ മതി. ഇനി നിങ്ങൾ പഠിച്ചത് ഹയർ സെക്കൻഡറി സ്കൂളാണെങ്കിൽ നിർബന്ധമായിട്ടും ആ സ്കൂളിൻ്റെ പേര് ഇവിടെ കാണും. ആ രീതിയിൽ ആ സ്കൂൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ശ്രദ്ധിക്കുക, അഥവാ നിങ്ങൾ പഠിച്ച സ്കൂൾ ഹൈസ്കൂളാണ് എങ്കിൽ നിങ്ങൾക്ക് ആ സ്കൂൾ കാണാത്ത സ്ഥിതിക്ക് നിങ്ങൾ അതേഴ്സ് എന്നുള്ള ലിങ്ക് ഓപ്ഷൻ നിങ്ങൾ കൊടുത്താൽ മതി. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് ഓരോന്നോട് നോക്കാം. ക്വാളിഫയിങ് എക്സാമിനേഷൻ ഡീറ്റെയിൽസ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഓൾറെഡി ഇതൊക്കെ ഓട്ടോമാറ്റിക് ഇവിടെ വന്നിട്ടുണ്ട്. ഇയർ ഓഫ് പാസ് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ചാൻസ്, അതായത് പാസ്ഡ് ഇൻ ബോർഡ് എക്സാം ഇയേഴ്സ്. ഇനി നിങ്ങൾ ചാൻസ് എത്രാമത്തെ ചാൻസിലാണോ സ്വാഭാവികമായിട്ടും ഫസ്റ്റ് ചാൻസിൽ തന്നെ പാസ്സായവരാണ് അവർ 1 എന്ന് കൊടുക്കുക. ഇനി അഥവാ സെക്കൻഡ് ചാൻസിലൊക്കെ ആണെങ്കിൽ 2 എന്ന് കൊടുക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ പാസ്സായവരൊക്കെ ചാൻസ് നമ്പർ 1 ആണ്, ആ രീതിയിൽ കൊടുക്കുന്നു. ഇനി നിങ്ങൾ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ്. പേഴ്സണൽ ഡീറ്റെയിൽസ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ SLC ബുക്കില്ല അതേ രീതിയിൽ നിങ്ങൾ കൊടുത്ത SLCയിൽ നിങ്ങൾ കൊടുത്ത എന്താണോ അതേ രീതിയിൽ നിങ്ങൾ കൊടുക്കുക. അതായത് നിങ്ങളുടെ നെയിം കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ജെൻഡർ മെയിലാണോ ഫീമെയിലാണോ. ഇനി അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട മൂന്നാമത്തെ ഓപ്ഷൻ കാസ്റ്റ്, അതേപോലെ കാറ്റഗറി, റിലീജിയൻ. അപ്പോൾ ഇത് കൊടുക്കുന്ന സമയത്ത് വളരെ ശ്രദ്ധയോട് കൊടുക്കുക. എന്തെങ്കിലും, അതായത് നിങ്ങളുടെ കാസ്റ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ കാറ്റഗറി സെലക്ട് ചെയ്യുന്നതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രം കൊടുക്കുക. അതായത് സ്വാഭാവികമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം, പലപ്പോഴും OBC കാറ്റഗറിയിൽപ്പെട്ട വിദ്യാർത്ഥി ജനറൽ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ വിദ്യാർത്ഥി സംവരണ ബില്ല് നഷ്ടപ്പെട്ടു. അപ്പോൾ അത്തരത്തിൽ മിസ്റ്റേക്ക് വരുത്തരുത്. ഉദാഹരണത്തിന് ഹിന്ദു ആണെങ്കിൽ ഹിന്ദു, ഈയവ, തിയ ഏതാണ് കാറ്റഗറി അത് കൃത്യമായിട്ട് കൊടുക്കുക. ഇനി മുസ്ലിം ആണെങ്കിൽ ഇസ്ലാം, മാപ്പിള, ആ രീതിയിൽ. അപ്പോൾ ഓരോ വിഭാഗത്തിലെയും വിദ്യാർത്ഥികൾ കൃത്യമായിട്ട് കാസ്റ്റ്, അതേപോലെ കാറ്റഗറി, റിലീജിയൻ തെറ്റുകൂടാതെ കൃത്യമായിട്ട് കൊടുക്കുക. പിന്നെ അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, അത് കാസ്റ്റ് ഒരിക്കലും തെറ്റിക്കരുത്, അതുപോലെ കാറ്റഗറി തെറ്റിക്കരുത്. കൃത്യമായിട്ട് അതിൻ്റെ പ്രോസ്പെക്ട്സിൽ അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് അറിയാത്തവർ മാത്രം അത് ഉപയോഗപ്പെടുത്തുക. അല്ലാത്തവർ വളരെ സിമ്പിളായിട്ട് നിങ്ങളുടെ റിലീജിയൻ ഇവിടെ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് കൊടുക്കാൻ സാധിക്കുന്നതാണ്. പിന്നെ അതോടൊപ്പം തന്നെ അടുത്ത വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഡേറ്റ് ഓഫ് ബർത്ത്. അത് നേരത്തെ ഓട്ടോമാറ്റിക് വന്നിട്ടുണ്ട്. പിന്നെ ഫാദർ നെയിം, മദർ നെയിം, ഗാർഡിയൻ നെയിം. അപ്പോൾ സ്വാഭാവികം നിങ്ങളുടെ നേരത്തെ കൊടുത്ത രീതിയിൽ തന്നെ തെറ്റുകൂടാതെ ഫാദർ നെയിം, മദർ നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഗാർഡിയൻ നെയിം ഫാദറാണ്, ഫാദർ ആ രീതിയിൽ കൊടുക്കുക. ഇനി അതേപോലെ തന്നെ ആധാർ നമ്പർ. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ആധാർ നമ്പർ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് ആധാർ നമ്പർ നിങ്ങളുടെ ജസ്റ്റ് എൻ്റർ ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പേഴ്സണൽ ഡീറ്റെയിൽസ് ഉള്ളത്. ഓക്കെ, ഇതിൽ വളരെ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ നേരത്തെ പറഞ്ഞാൽ കാസ്റ്റ് കാറ്റഗറി നിങ്ങൾ അബദ്ധവശാൽ സെലക്ട് ചെയ്യുന്ന സമയത്ത് മിസ്റ്റേക്ക് വരുത്താൻ പാടില്ല. ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി അതർ ഡീറ്റെയിൽസ് ആണ്. അതർ ഡീറ്റെയിൽസ് ശ്രദ്ധിക്കേണ്ട കാര്യം വെദർ ബിലോങ്സ് ടു ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റി. അപ്പോൾ ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റി വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിൽ മാത്രം ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നോർമലായിട്ടുള്ളവരും ജസ്റ്റ് അത് ആ കാറ്റഗറിയിൽ വരാത്തവരാണ്. അപ്പോൾ ആ രീതിയിൽ അത് ജസ്റ്റ് ടിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അതോടൊപ്പം തന്നെ വെദർ ഡിഫറൻ്റ്ലി ആബിൾഡ്. അപ്പോൾ എന്തെങ്കിലും ഡിഫറൻ്റ്ലി ആബിൾഡ് ആയിട്ടുള്ള ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള വിദ്യാർത്ഥിയാണ് ആ ബോക്സ് ടിക്ക് ചെയ്ത് കൊടുക്കുന്നു. അതിൻ്റെ ഏതാണ് OH ആണോ അല്ലെങ്കിൽ ബ്ലൈൻഡ് ആണോ അല്ലെങ്കിൽ ഡഫ് ആണോ അല്ലെങ്കിൽ MR ഏതാണ് കാറ്റഗറി അത് ടിക്ക് ചെയ്യുക. അല്ലാത്തവർ അത് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി അതേപോലെ പെർസെൻറ്റേജ് ഓഫ് ഡിസബിലിറ്റി. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഡിസബിലിറ്റി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും ഡിസബിലിറ്റിയുടെ സർട്ടിഫിക്കറ്റ്, മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നിങ്ങൾ കൈവശമുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. അങ്ങനെയാണെങ്കിൽ മാത്രം നിങ്ങളത് കൊടുക്കാൻ വേണ്ടി ഉറപ്പെടുത്താം. ഓക്കെ, ഇനി അത് അടുത്ത സ്റ്റെപ്പ് റെസിഡൻസ് ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ നിങ്ങളുടെ റെസിഡൻസ് ഡീറ്റെയിൽസ് നിങ്ങൾ ഏതാണോ സ്റ്റേറ്റ്, ഏതാണോ ജില്ല, താലൂക്ക്, ലോക്കൽ ബോഡി ഇത് കൃത്യമായിട്ട് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. അത് വളരെ ശ്രദ്ധയോടെ കൊടുക്കുക. നിങ്ങളുടെ ജില്ല, താലൂക്ക് കൊടുക്കും. ഇതിൽ തന്നെ ഓട്ടോമാറ്റിക് വരും. ആ ഓട്ടോമാറ്റിക് ജസ്റ്റ് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഓക്കെ, ഇനി ചില സമയത്ത് നെറ്റ്വർക്ക്, അതായത് സെർവർ ബിസി ആകുന്ന സമയത്ത് ഇതൊന്നും ഓട്ടോമാറ്റിക്കലി വരില്ല. അപ്പോൾ അങ്ങനെയാണ് ജസ്റ്റ് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം വീണ്ടും ഞാൻ നേരത്തെ പറഞ്ഞാൽ ആപ്ലിക്കേഷൻ ലോഗിൻ ചെയ്തിട്ട് നിങ്ങൾ പിന്നീട് കുറച്ച് സമയത്തിന് ശേഷം ചെയ്താൽ മതി. ഓക്കെ, ഇതെല്ലാം ഓട്ടോമാറ്റിക് ഇതിൽ വരുന്നതാണ്. വരാത്ത ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ സെർവർ ബിസി ആയതുകൊണ്ടാണ്. അത് നിങ്ങൾ വെയിറ്റ് ചെയ്തിട്ട് നിങ്ങൾ വീണ്ടും ട്രൈ ചെയ്ത് ചെയ്യാൻ വേണ്ടി ഉറപ്പെടുത്താണ്. ഇനി കോൺടാക്ട് ഡീറ്റെയിൽസ് ആണ്. ഇപ്പോൾ നിങ്ങളുടെ പെർമനൻറ്റ് അഡ്രസ്സ്, നിങ്ങളുടെ വീട്ടുപേര്, അതേപോലെ ആ അഡ്രസ്സ് വളരെ കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, പെർമനൻറ്റ് അഡ്രസ്സ് നിങ്ങളിപ്പോൾ താമസിക്കുന്ന വീട്ടിൻ്റെ പേര്, അതേപോലെ പഞ്ചായത്ത്, അതേപോലെ ആ രീതിയിൽ നിങ്ങളുടെ നോർമലായിട്ടുള്ള അഡ്രസ്സ് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരുത്താതെ കൊടുക്കുക. പിൻകോഡ് കറക്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങളിപ്പോൾ താമസിക്കുന്ന അഡ്രസ്സും അതേപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സും രണ്ടും സെയിം ആണ്. നോർമൽ എല്ലാവരുടെയും സെയിം ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് ഈ കാണുന്ന ബോക്സ് സെയിം ആസ് പെർമനൻറ്റ് ടിക്ക് ചെയ്താൽ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് ഓട്ടോമാറ്റിക് താഴെ വരും. അങ്ങനെയാണെങ്കിൽ രണ്ടാമത് വീണ്ടും ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നോർമൽ എല്ലാ ആൾക്കാരും സെയിം അഡ്രസ്സ് ആയിരുന്നു. അപ്പോൾ ജസ്റ്റ് ഈ ഒരു ബോക്സ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഓട്ടോമാറ്റിക് ഇതിൽ വരുന്നതായിരിക്കും. ഓക്കെ, ഇനി അതേപോലെ മൊബൈൽ നമ്പർ ഓട്ടോമാറ്റിക് വന്നിട്ടുണ്ട്. ഇമെയിൽ ID ഉണ്ടെങ്കിൽ ഇമെയിൽ ID കൂടി നിങ്ങളിപ്പോൾ ഉപയോഗിക്കുന്ന ഇമെയിൽ ID കൂടി ജസ്റ്റ് കൊടുക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ ഒരു സൈഡിലുള്ളത്. ഇനി നമുക്ക് വളരെ പ്രധാനപ്പെട്ട ബാക്കിയുള്ള ഇതിലോട്ട് പോകാം.
അതായത് ഗ്രേസ് മാർക്ക് ഡീറ്റെയിൽസ്, അതിൽ ബോണസ് പോയിന്റ് ഡീറ്റെയിൽസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ട ഗ്രേസ് മാർക്ക് അതുപോലെ ബോണസ് മാർക്ക് ഇതൊക്കെ കൊടുക്കുന്ന സമയത്ത് നിങ്ങളുടെ കൈവശം സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഓരോ ബോക്സും യെസ് കൊടുക്കുക, അല്ലാതൊക്കെ നിങ്ങൾ നോ, അതായത് ടിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് സർട്ടിഫിക്കറ്റ് കൈവശമുള്ളത് മാത്രം കൊടുക്കുക. സർട്ടിഫിക്കറ്റ് ഇല്ലാത്തത് കൊടുത്തു കഴിഞ്ഞാൽ, അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഈ പറയുന്ന എല്ലാ സർട്ടിഫിക്കറ്റും നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം. ആ സമയത്ത് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ അഡ്മിഷൻ നഷ്ടപ്പെട്ടു. അതുകൊണ്ട് വളരെ കൃത്യമായിട്ട് ഗൗരവമായിട്ട് ഉള്ള കാര്യം മാത്രം നിങ്ങൾ ജസ്റ്റ് ടിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ ഗ്രേസ് മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ യെസ് അല്ലെങ്കിൽ നോ. ഇനി അതിൽ ബോണസ് പോയിന്റ് NCC ഉണ്ടെങ്കിൽ മാത്രം ടിക്ക് ചെയ്യുക. ഇനി SPC സ്റ്റുഡൻറ്റ് പോലീസ് കേട്ട് ഉണ്ടെങ്കിൽ മാത്രം ടിക്ക് ചെയ്യുക. ലിറ്റിൽ കൈറ്റ് ഉണ്ടെങ്കിൽ മാത്രം ടിക്ക് ചെയ്യുക. ഇനി അതോടൊപ്പം തന്നെ ഡിപ്പെൻഡ് ഓഫ് ജവാൻ ഇൻ സർവീസ് ആ കാറ്റഗറിയിൽ വരുന്നവർ മാത്രം ജസ്റ്റ് അത് സർവീസ് കാറ്റഗറി ജവാൻ കാറ്റഗറിയിൽ വരുന്നവർ മാത്രം ടിക്ക് ചെയ്യുക. ഇനി അതുപോലെ ജവാൻ കിൽഡ് മരണപ്പെട്ടു പോയ ജവാന്മാരുടെ മക്കളാണെങ്കിൽ അവർ ആ ഒരു ടിക്ക് ചെയ്യുക. ഇനി ഒന്നുമില്ലാത്തവരാണെങ്കിൽ ഈ പറയുന്ന നോൺ എന്നുള്ള ആ ഒരു ബട്ടൺ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ഇത്ര മാത്രമേ ഇതിലുള്ളത്. ഇനി എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസാണ്. സ്വാഭാവികമായിട്ടും സ്പോർട്സിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് സ്പോർട്സിൽ സ്റ്റേറ്റ് ലെവലിൽ പങ്കെടുത്തവരാണെങ്കിൽ ജസ്റ്റ് ഇവിടെ എത്ര ഐറ്റംസ് ആണോ, ഒരു ഐറ്റംസ് അല്ലെങ്കിൽ 2 ഐറ്റംസ് ആണ്, ആ രീതിയിൽ 1, 2 എന്ന് കൊടുക്കുക. ഇനി ഒന്നുമില്ലാത്തവർ 0 എന്ന് കൊടുക്കുക. ഓക്കെ, അത് സ്പോർട്സിൽ പങ്കെടുത്തവർ മാത്രം ജസ്റ്റ് 1, 2, 3 എന്ന് കൊടുക്കുക. അതായത് ഒരു ഐറ്റമാണ് 1, 2 ഐറ്റമാണ് 2, 3 ഐറ്റമാണ് ആ രീതിയിൽ കൊടുക്കുക. അപ്പോൾ ഒന്നുമില്ലാത്തവർ 0 എന്ന രീതിയിൽ തന്നെ കൊടുത്താൽ മതി. അപ്പോൾ സ്റ്റേറ്റ് ലെവൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ഐറ്റമാണ് 1 കൊടുക്കുക. അതിൽ ഡിസ്ട്രിക്ട് ലെവലാണെങ്കിൽ, ഇനി അതുപോലെ ഡിസ്ട്രിക്ട് സെക്കൻഡ് ആണെങ്കിൽ, ഡിസ്ട്രിക്ട് തേർഡ് ആണെങ്കിൽ, ഈ രീതിയിൽ നിങ്ങൾക്ക് ഏതെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ജസ്റ്റ് ഒരു ഐറ്റമാണ് ആ രീതിയിൽ 1, 2 രീതിയിൽ കൊടുക്കാം. ഓക്കെ, ഇനി അതോടൊപ്പം തന്നെ പാർട്ടിസിപ്പേഷൻ ഇൻ യൂത്ത് ഫെസ്റ്റിവൽ. ഓക്കെ, ഫെസ്റ്റിവലിൽ സ്റ്റേറ്റ് ലെവലിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ എത്ര ഐറ്റമാണോ, ഒന്നാണെങ്കിൽ 1 കൊടുക്കുക. ഇനി ഡിസ്ട്രിക്ട് A, ഇനി B ഗ്രേഡ്, C ഗ്രേഡ്. അപ്പോൾ ആ രീതിയിൽ ഏതൊക്കെ ഗ്രേഡ് കിട്ടിയത് ആ ഗ്രേഡ് അനുസരിച്ച് നിങ്ങൾക്ക് കിട്ടിയ എത്രയാണോ ഏതെങ്കിലും ഗ്രേഡ് ഉണ്ടെങ്കിൽ അത് എത്രയാണെങ്കിൽ 1, 2 ആ രീതിയിൽ കൂടെ ജസ്റ്റ് കൊടുക്കും. ഇല്ലാത്തവരാണെങ്കിൽ സ്പോർട്സ് ഐറ്റംസിൽ ഫെസ്റ്റിവൽ ഐറ്റംസ് ഒന്നും ഇല്ലാത്തവരാണെങ്കിൽ ജസ്റ്റ് 0 എന്ന് തന്നെ കൊടുത്താൽ മതി. ഇനി NPSL എന്ന് പറഞ്ഞാൽ നോട്ട് പാർട്ടിസിപ്പേറ്റഡ് ഇൻ സ്റ്റേറ്റ് ലെവൽ, അതായത് ഡിസ്ട്രിക്ട് ലെവലിൽ പങ്കെടുത്തു പക്ഷേ എന്താക്കിയില്ല, സ്റ്റേറ്റ് ലെവലിൽ പങ്കെടുത്തിട്ടില്ല എങ്കിൽ അത്തരത്തിൽ വിദ്യാർത്ഥികളാണെങ്കിൽ ഈ രീതിയിൽ ഈ പറയുന്ന രണ്ടാമത്തെ ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത്. അതിൽ ഒരു ഐറ്റം എന്ന രീതിയിൽ കൊടുക്കാം. ഓക്കെ, അത് വളരെ ഉള്ളവർ ഈ പറഞ്ഞ രീതിയിൽ ഓരോ ഐറ്റം നോക്കിയിട്ട് ആ രീതിയിൽ കൊടുക്കാം. ഓക്കെ, ഇനി അതേപോലെ കോ കരിക്കുലർ ആക്ടിവിറ്റീസ് ആണ്. എക്സ്ട്രാ ആക്ടിവിറ്റീസ് ഏതൊക്കെയാണ്? NTSC ക്വാളിഫൈഡ് അത് ടിക്ക് ചെയ്യുക. ഉണ്ടെങ്കിൽ മാത്രം, ഇല്ലെങ്കിൽ ഒന്നും ചെയ്യേണ്ട, ബോക്സ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. NMMS, USS, LSS ഇതിലേതെങ്കിലും ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് ടിക്ക് ചെയ്യുക. ഇത് ഉണ്ടെങ്കിൽ നിങ്ങൾ സർട്ടിഫിക്കറ്റ് കൈവശം ഉണ്ടാവണമെന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്താണ്. അതോടൊപ്പം തന്നെ ഇനി ഓരോ ക്ലബ്ബ് അത് ആ രീതിയിൽ നോക്കാം. അതായത് ഫസ്റ്റ് സ്റ്റേറ്റ് സയൻസ് ഫെയർ ആണ്. അപ്പോൾ സ്റ്റേറ്റ് സയൻസ് ഫെയറിൽ പങ്കെടുത്തവരാണെങ്കിൽ ഏതാണ് ഗ്രേഡ് B, A, B, C, D ഉള്ളവർ ജസ്റ്റ് ആ ഒരു ബോക്സ് ക്ലിക്ക് ചെയ്യുക, ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി അതേപോലെ സ്റ്റേറ്റ് സോഷ്യൽ സയൻസ് ഫെയർ, ഇനി സ്റ്റേറ്റ് മാത്സ് ഫെയർ, സ്റ്റേറ്റ് IT ഫെയർ, ഇതിൽ ഏതാണോ ഗ്രേഡ് ആ ഗ്രേഡിന് അതിൽ മാത്രം നിങ്ങൾ ജസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ ഐറ്റം നിങ്ങൾ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. ഇനി അതോടൊപ്പം തന്നെ ഇതൊന്നും ഇല്ലാത്തവർ ജസ്റ്റ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, എല്ലാം ഈ 0 എന്ന രീതിയിൽ തന്നെ കൊടുത്താൽ മതി. ഇനി എക്സ്ട്രാ ക്ലബ്ബ് ഏതെങ്കിലും ക്ലബ്ബിലുണ്ടെങ്കിൽ നിങ്ങൾ ഏത് ക്ലബ്ബിലാണോ, ഉദാഹരണത്തിന് ഡിബേറ്റിംഗ് ക്ലബ്ബ്, IT ക്ലബ്ബ്, റെഡ് ക്രോസ്, അതേപോലെ മാത്തമാറ്റിക്സ് ക്ലബ്ബ്, അങ്ങനെ ഏതെങ്കിലും ഒരു ക്ലബ്ബിൽ നിങ്ങളുണ്ടെങ്കിൽ ആ ക്ലബ്ബ് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അതിന് സർട്ടിഫിക്കറ്റുകൾ കൈവശം ഉണ്ട് നിങ്ങൾ ഉറപ്പ് വരുത്തുക. ഓക്കെ, ഇനി അതോടൊപ്പം തന്നെ പാർട്ടിസിപ്പേഷൻ ഇൻ സ്കൗട്ട് അല്ലെങ്കിൽ ഗൈഡ് ബട്ട് നോട്ട് അവാർഡ് രാഷ്ട്രപതി പുരസ്കാർ രാജ്യപുരസ്കാർ ആ ഒരു കാറ്റഗറിയിലുള്ളവരാണെങ്കിൽ രാഷ്ട്രപതി പുരസ്കാർ കിട്ടാത്തവരാണ്, പക്ഷേ ഈ പറയുന്ന സ്കൗട്ടിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ആ ബോക്സ് ടിക്ക് ചെയ്ത് കൊടുക്കും. ഇത്രയും കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള, അത് കരിക്കുലർ ആക്ടിവിറ്റീസുമായി ബന്ധപ്പെട്ടുള്ളത്. അപ്പോൾ ഇവിടെയൊക്കെ നിങ്ങൾ ഐറ്റം കൊടുക്കുന്ന സമയത്ത് നിങ്ങളുടെ കൈവശം നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കാര്യങ്ങളുണ്ട് എന്ന് ഉറപ്പുവരുത്തിന് മാത്രം കൊടുക്കുക. ഇനി അതിനുശേഷം അടുത്ത പ്രധാനപ്പെട്ടത് എക്കണോമിക്കലി വീക്കർ സെക്ഷനാണ് EWS കാറ്റഗറി. അപ്പോൾ വെദർ എലിജിബിലിറ്റി ഫോർ EWS റിസർവേഷൻ. അപ്പോൾ നിങ്ങൾ EWS റിസർവേഷൻ പെട്ടവരാണെങ്കിൽ യെസ് കൊടുക്കുക, അല്ലാത്തതിനോട് കൊടുക്കുക. അപ്പോൾ EWS കാറ്റഗറി എക്കണോമിക്കലി വീക്കർ സെക്ഷനാണ്. അവരുടെ സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ് നിങ്ങൾ കൈവശം ഉണ്ടായിരിക്കണം. അഡ്മിഷൻ സമയത്ത് നിങ്ങൾ ഹാജരാക്കിയിരിക്കണം. ഓക്കെ, ഇപ്പോൾ ഒന്നും അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമില്ലാത്ത കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ഇവിടെ യെസ് കൊടുക്കുക, അല്ലാത്തവരൊക്കെ എന്നോ എന്ന് കൊടുക്കുക. ശേഷം ഇവിടെ സബ്മിറ്റ് ഡീറ്റെയിൽസ് എന്നുള്ള ആ ഒരു ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ വിദ്യാർത്ഥികളുടെ ഗ്രേഡ് എൻട്രി ചെയ്യേണ്ട പേജാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒന്നാമത്തത് ഇപ്പോൾ ഈ റീസെൻ്റ്ലി 2025 റിസൾട്ട് വന്ന വിദ്യാർത്ഥികളാണ്. അവരുടെ മാർക്ക് ഇവിടെ ഓട്ടോമാറ്റിക് ഇവിടെ സബ്ജക്റ്റിൻ്റെ ഓരോന്നും ഇവിടെ ഗ്രേഡ് വന്നിട്ടുണ്ടാകും. കാരണം മലയാളത്തിന് A+ ആണെങ്കിൽ A+, ഇംഗ്ലീഷ് ഓട്ടോമാറ്റിക് ഇവിടെ ഓരോ ഗ്രേഡും വന്നിട്ടുണ്ടാകും. ഇനി അതിന് മുമ്പ്, അതായത് ഈ റീസെൻ്റ്ലി അല്ലാതെ ഇതിന് മുമ്പ് കഴിഞ്ഞ വിദ്യാർത്ഥികളാണ്, അത് ഓരോന്നും ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഇനി അതേപോലെ CBSE കാറ്റഗറിയിലാണ്, അവരും ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഇനി അതോടൊപ്പം തന്നെ മറ്റു സ്റ്റേറ്റ് ബോർഡ് ആണെങ്കിൽ അല്ലെങ്കിൽ ICSE ആണെങ്കിൽ അവരൊക്കെ ഇവിടെ കൃത്യമായിട്ട് മാർക്ക് അല്ലെങ്കിൽ ഗ്രേഡ് എൻട്രി ചെയ്ത് കൊടുക്കും. എന്നാൽ ഇപ്പോൾ 2025 കഴിഞ്ഞ വിദ്യാർത്ഥികളാണെങ്കിൽ അവർ
ഒന്നും എൻ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു ഓട്ടോമാറ്റിക് അവിടെ ഗ്രേഡ് ഇവിടെ കാണാൻ സാധിക്കും. പക്ഷേ എന്നാലും വിദ്യാർത്ഥികൾ നിങ്ങളുടെ റിസൾട്ടും അതേപോലെ തന്നെ ഇവിടെ ഓട്ടോമാറ്റിക് വന്ന റിസൾട്ട് തമ്മിൽ കമ്പയർ ചെയ്ത് വെക്കുക. കാരണം അഥവാ ഒരു പക്ഷേ മിസ്റ്റേക്ക് കാരണത്താൽ നിങ്ങളുടെ A+ എന്നുള്ളത് A ഗ്രേഡാണ് വന്നതെങ്കിൽ അത് ആ രീതിയിൽ തന്നെ ഓട്ടോമാറ്റിക് നിങ്ങൾ സബ്മിറ്റ് ചെയ്യരുത്. അപ്പോൾ അത് ഓരോന്ന് വെരിഫൈ ചെയ്യാം. മലയാളം A+ വന്നിട്ടുള്ളത് A+ ആണ്, അതേപോലെ നിങ്ങൾക്ക് കിട്ടിയതും A+ ആണ്. അങ്ങനെ ഓരോന്ന് നിങ്ങൾ ക്രോസ് ചെക്ക് ചെയ്യുക. ഓട്ടോമാറ്റിക് വന്നതാണെന്ന് കരുതി നിങ്ങൾ ഓട്ടോമാറ്റിക് സബ്മിറ്റ് വേഗം നിങ്ങൾ ചെയ്യരുത്. അപ്പോൾ ഓരോന്നും കൃത്യമായിട്ട് നിങ്ങൾ ക്രോസ് ചെക്ക് ചെയ്ത് എല്ലാ മാർക്കും എല്ലാ ഗ്രേഡും കൃത്യമാണെന്ന് ഉറപ്പ് വരുത്തുക. ഇനി CBSE-ക്കാരും ICSE-ക്കാരും ആണെങ്കിൽ അവരുടെ മാർക്ക് അതേ രീതിയിൽ നിങ്ങളുടെ റിസൾട്ടിന് അതേ രീതിയിൽ ഇന്നലെയാണ് റിസൾട്ട് വന്നിട്ടുള്ളത് അതേ രീതിയിൽ കൃത്യമായ രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ മാർക്കും ഇവിടെ കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ മാർക്ക് അല്ലെങ്കിൽ ഗ്രേഡ് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും മിസ്റ്റേക്ക് വരുത്തരുത്. അങ്ങനെ ഓരോ കാര്യം വളരെ കൃത്യമായ രീതിയിൽ വെരിഫൈ ചെയ്ത് എല്ലാം ക്ലിയർ ആണെന്ന് ഉറപ്പ് വരുത്തിയാൽ മാത്രം നിങ്ങൾ ടാഗ് കൊടുത്ത സബ്മിറ്റ് ബട്ടൺ നിങ്ങൾ പ്രസ് ചെയ്യുക. അപ്പോൾ മാർക്ക് കൃത്യമായിട്ട് എൻ്റർ ചെയ്ത് സബ്മിറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പേജിലാണ് വളരെ പ്രധാനപ്പെട്ട നിങ്ങളുടെ സ്കൂൾ അതേപോലെ ഓപ്ഷൻ ചൂസ് ചെയ്യുന്ന പേജ്. ഇവിടെയാണ് ഞാൻ നേരത്തെ ഫസ്റ്റ് വീഡിയോയിൽ വളരെ കൃത്യമായി പറഞ്ഞ രീതിയിൽ നിങ്ങൾ അപേക്ഷ കൊടുക്കാൻ ആഗ്രഹിക്കുന്ന, അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ പോകുവാൻ ആഗ്രഹിക്കുന്ന എത്ര സ്കൂളുണ്ട്, നിങ്ങളുടെ നാട്ടിൻ പുറത്തുള്ള എത്ര സ്കൂളുണ്ട്, ആ സ്കൂളിൻ്റെ പേര് വളരെ കൃത്യമായിട്ട് നിങ്ങൾ എഴുതി വെക്കണം. ആ സ്കൂളിൻ്റെ സെയിം പേരുള്ള സ്കൂൾ തന്നെ ജില്ലയിൽ തന്നെ പല സ്ഥലങ്ങളുണ്ടാവും. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള സ്കൂളിൻ്റെ പേര് സ്കൂൾ കോഡ് ഇത് തന്നെയാണോ എന്നുള്ളത് കറക്റ്റ് നിങ്ങൾ ഉറപ്പ് വരുത്തിയിരിക്കണം. ആ രീതിയിൽ ഞാൻ നേരത്തെ പറഞ്ഞതിൽ 10 സ്കൂളാണ് നിങ്ങൾ കൊടുക്കുന്നത്. ആ 10 സ്കൂളിൻ്റെ നെയിം കൃത്യമായിട്ട് നെയിമും അതേപോലെ സ്കൂൾ കോഡും കൃത്യമായിട്ട് എഴുതി വെക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾ ഒന്നാമത് ഓപ്ഷൻ കൊടുക്കുന്ന ഒക്കെ സയൻസ് ആണ്, അല്ലെങ്കിൽ കൊമേഴ്സ് ആണ്, അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് ആണ്. ആ രീതിയിൽ നിങ്ങൾ കൃത്യമായിട്ട് എഴുതി വെക്കുക. ഇനി 5 സ്കൂൾ മാത്രം കിട്ടിയാൽ സയൻസ് മാത്രമാണ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥിയെങ്കിലും ആ 5 സ്കൂളിൽ നിങ്ങൾ ഫസ്റ്റ് ഓപ്ഷൻ സയൻസ് കൊടുക്കുക. ശേഷം രണ്ടാമത് 6ാമത്തെ ഓപ്ഷൻ തൊട്ട് നിങ്ങൾ ആ സ്കൂളിൽ വേറെ ഏതെങ്കിലും സബ്ജക്റ്റ് കൊടുത്തിടുക. ഇനി ഫുൾ A+ഉം എല്ലാ രീതിയിൽ സർട്ടിഫിക്കറ്റൊക്കെ ഉറപ്പുള്ള വിദ്യാർത്ഥിയാണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം 5 സ്കൂളാണ് കൊടുക്കുന്നത്. 5 സ്കൂൾ സയൻസ് ആണെങ്കിൽ സയൻസ് മാത്രം കൊടുത്താൽ മതി. എന്നാൽ മാർക്ക് കുറഞ്ഞ വിദ്യാർത്ഥിയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ആദ്യത്തെ ഓപ്ഷൻ സയൻസ് ആണ്, രണ്ടാമത് ആ സ്കൂളിൽ തന്നെയുള്ള മറ്റു ഓപ്ഷൻസ് കൊമേഴ്സ് ആണ്, കൊമേഴ്സ് കൊടുക്കുക. ഇനി മൂന്നാമത് ആ സ്കൂളിൽ തന്നെയുള്ള ആ സ്കൂളുകളിൽ തന്നെയുള്ള ഈ ഹ്യൂമാനിറ്റീസ് ആ രീതിയിൽ കൊടുക്കുക. പരമാവധി ഓപ്ഷൻസ് കൊടുക്കുക. അതുകൊണ്ട് എനിക്ക് കിട്ടും, അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ ഓപ്ഷൻ മാത്രം കൊടുത്താൽ മതി എന്ന് കരുതുന്ന വിദ്യാർത്ഥികളും രക്ഷിതാക്കളുണ്ട്. അവരോട് പറയാനുള്ളത് പലപ്പോഴും പല വിദ്യാർത്ഥികളും ഫുൾ A+ ആണെങ്കിലും പല ഗ്രേസ് മാർക്കും അതേപോലെ ഇതൊക്കെ പരിഗണിച്ചായതുകൊണ്ട് തന്നെ ചിലപ്പോൾ വിദ്യാർത്ഥിക്ക് ഫുൾ A+ ഉള്ള വിദ്യാർത്ഥി തന്നെ ആഗ്രഹിച്ച സ്കൂൾ സബ്ജക്റ്റ് കിട്ടാൻ ചാൻസ് ഇല്ല. അതുകൊണ്ട് പരമാവധി സ്കൂളുകളും ഓപ്ഷൻസും കൂടുതൽ കൊടുക്കാൻ വേണ്ടി ഓർമ്മപ്പെടുന്നു. പക്ഷേ ഫസ്റ്റ് കൊടുക്കുന്ന സ്കൂളുകളും കോഴ്സുകളും വളരെ കൃത്യമായിട്ട് നിങ്ങൾ കിട്ടിയാൽ പോകുമെന്ന് ഉറപ്പുള്ളത് മാത്രം കൊടുക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ കഴിഞ്ഞ വീട്ടിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ രീതിയിൽ കൃത്യമായതാണ്. ഇത് നിങ്ങൾ പുറമേ നിന്നൊക്കെ ചെയ്യിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത് ഒരിക്കലും നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യുന്ന രീതിയിലാവുകയില്ല. അതുകൊണ്ട് ഒരു പേപ്പറിൽ എഴുതി വെച്ചിട്ട് നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന സ്കൂളുകൾ, അതേപോലെ ഫസ്റ്റ് ഞാൻ കൊടുക്കുന്നത് കൊമേഴ്സ് ആണെങ്കിൽ കൊമേഴ്സ്, അതിനുശേഷം ഞാൻ ആ സ്കൂളിൽ തന്നെയുള്ള ഓരോ സ്കൂളുകളും ഹ്യൂമാനിറ്റീസ് കൊടുക്കുന്നു. ആ രീതിയിൽ കൃത്യമായ രീതിയിൽ ഐഡിയ ഉണ്ടാക്കിയിട്ട് മാത്രം കൊടുക്കുക. അത് ഞാൻ വിശദമായിട്ട് കഴിഞ്ഞ വീട്ടിൽ പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചെന്ന് മാത്രം. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ ഇവിടെ നിങ്ങൾക്ക് ഓപ്ഷൻസ് ഒന്നാമത്തത് നിങ്ങൾ ഏതാണ് സ്കൂൾ, ഉദാഹരണത്തിന് ഒരു സ്കൂളിൻ്റെ കൂടെ 196 ആണെങ്കിൽ 196 ജസ്റ്റ് ടൈപ്പ് ചെയ്യുന്നു. അപ്പോൾ ഓട്ടോമാറ്റിക് സ്കൂൾ നെയിം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ സ്കൂളുകളിലെ കോഴ്സ് ഇവിടെ സെലക്ട് ചെയ്യുന്നു. ഇവിടെ നിങ്ങൾക്ക് കാണാൻ കോഴ്സ്. അപ്പോൾ അവിടെ ഏതൊക്കെയാണ് കോഴ്സ് ഉള്ളത്, അതായത് 01 ആണ് സയൻസ്, നമ്മൾ അതേപോലെ 02, 03 ആ രീതിയിൽ നിങ്ങൾക്ക് ഇവിടെ കറക്റ്റ് നിങ്ങൾ നോക്കണം. അപ്പോൾ ബയോളജി സയൻസ് ആണെങ്കിൽ 01. അപ്പോൾ നമ്മളതൊക്കെ കഴിഞ്ഞ വീട്ടിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സയൻസ് തന്നെ പല കാറ്റഗറി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് ബയോളജി സയൻസ് ആണ് 01 ആ രീതിയിൽ കൊടുക്കുക. ഇനി കൊമേഴ്സ് സബ്ജക്റ്റുകൾ നമ്മൾ പറഞ്ഞു 36, 37, 38 ഒക്കെ നമ്മൾ പറഞ്ഞു. ആ രീതിയിൽ നിങ്ങൾ ഏതാണോ കൊടുക്കുന്നത്, ഇപ്പോൾ 01 ആണ് നിങ്ങൾ സയൻസ് ആണെങ്കിൽ ബയോളജി സയൻസ് ആ രീതിയിൽ കൊടുക്കുന്നു. ആ രീതിയിൽ തന്നെ സേവ് അടിക്കുന്നു. ശേഷം വീണ്ടും നമ്മളിവിടെ രണ്ടാമത്തെ ഓപ്ഷൻ നിങ്ങൾക്ക് ചെയ്യാം. രണ്ടാമത് ഏതാണ് സ്കൂൾ കോഡ് ആ രീതിയിൽ നിങ്ങൾക്ക് എത്ര വേണം നിങ്ങൾക്ക് കൊടുക്കാം. നിങ്ങൾക്ക് 30, 40 എത്രയും നിങ്ങൾ കൊടുക്കാം. പക്ഷേ കൊടുക്കുന്ന സമയത്ത് ആദ്യത്തെ ഓപ്ഷൻസ് ഒക്കെ നിങ്ങൾ കിട്ടിയാൽ പോകുന്ന ഉറപ്പുള്ള സ്ഥലത്ത് മാത്രം കൊടുക്കുക. ഇനി അത് ഒരു പക്ഷേ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു വിദ്യാർത്ഥിക്ക് ഓൾറെഡി അപേക്ഷ കൊടുത്ത സമയത്ത് വിദ്യാർത്ഥിക്ക് ഫസ്റ്റ് കൊടുത്ത ഓപ്ഷൻസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് ശേഷമുള്ള ഓപ്ഷൻ ഒരിക്കലും മാറാൻ പറ്റുകയില്ല. അതാണ് 5ാമത്തെ ഓപ്ഷനാണ് വിദ്യാർത്ഥിക്ക് കിട്ടിയത്. പക്ഷേ വിദ്യാർത്ഥിക്ക് 6ാമത് കൊടുത്ത ഓപ്ഷനായിരുന്നു വേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഒരിക്കലും 5 കിട്ടിയ വിദ്യാർത്ഥി 6ാമത്തെ ഓപ്ഷനിലോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹയർ ഓപ്ഷൻസ് എപ്പോഴും കിട്ടിയാൽ പോകുമെന്ന് ഉറപ്പുള്ള മാത്രം കൊടുക്കുക. ഓക്കെ, ആ രീതിയിൽ നിങ്ങൾ കൃത്യമായിട്ട് എത്രയാണ് ഓപ്ഷൻസ് അത് കൃത്യമായിട്ട് നിങ്ങൾ കൊടുക്കുക. നിങ്ങൾ പരമാവധി എല്ലാ ഓപ്ഷൻസും കൃത്യമായ രീതിയിൽ കൃത്യമായ ഓർഡറിൽ കൊടുത്തു കഴിഞ്ഞാൽ സബ്മിറ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. ശേഷം നിങ്ങൾക്ക് താഴെയുള്ളൊരു ബോക്സിൽ, അതായത് ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യേണ്ടത് നേരത്തെ പറഞ്ഞു, കേരളത്തിൽ നിന്ന് പുറമേയുള്ള ഏതെങ്കിലും സ്റ്റേറ്റ് ബോർഡിൽ നിന്ന് SLC കഴിഞ്ഞ വിദ്യാർത്ഥികളാണ്. അവരുടെ ക്വാളിഫിക്കേഷൻ എക്സാമിൻ്റെ ആ ഒരു സർട്ടിഫിക്കറ്റ് നമ്പറും ആ സർട്ടിഫിക്കറ്റും ഇവിടെ അപ്ലോഡ് ചെയ്യണം. അതോടൊപ്പം തന്നെ അവരുടെ ഈക്വൻസി, അതായത് കേരളത്തിന് പുറമേയുള്ള സ്റ്റേറ്റ് ബോർഡിൽ നിന്ന് പഠിച്ചാൽ, അതായത് CBSE, ICSE അല്ലാത്ത മറ്റു ഏതെങ്കിലും ബോർഡിൽ നിന്ന് പഠിച്ചിട്ടുണ്ടെങ്കിൽ അവർ മാത്രം അവരുടെ സർട്ടിഫിക്കറ്റ് ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. അവരുടെ ഈക്വൻസി സർട്ടിഫിക്കറ്റും അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ അതുപോലെ തന്നെ മെഡിക്കൽ, അതായത് ഡിഫറൻറ്റ് ഏബിൾ ആയിട്ടുള്ള അങ്ങനെ
എന്തെങ്കിലും മെഡിക്കൽ ഇഷ്യൂസ് അതായത് മെഡിക്കൽ ആനുകൂല്യം നേരത്തെ ടിക്ക് ചെയ്ത വിദ്യാർത്ഥിയാണ് അവരുടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റും ഇവിടെ കൃത്യമായിട്ട് സർട്ടിഫിക്കറ്റ് നമ്പറും ഡേറ്റും ടൈപ്പ് ചെയ്ത് അതോറിറ്റി ഇഷ്യൂ ചെയ്ത് അതും ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് ആ സർട്ടിഫിക്കറ്റും ഇവിടെ കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്യണം. അപ്പോൾ ഈ ഒരു ബാക്കിയുള്ള വിദ്യാർത്ഥികളൊന്നും ഒരു സർട്ടിഫിക്കറ്റും അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അതർ ബോർഡ് അതേപോലെ തന്നെ മെഡിക്കൽ ഡിഫറൻ്റ് ഏബിൾഡ് ആയിട്ടുള്ള വിദ്യാർത്ഥി ഇവർ മാത്രമാണ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അല്ലാത്തവരൊക്കെ വേറൊന്നും അപ്ലോഡ് ചെയ്യേണ്ട. ഡയറക്റ്റ് ഈ പറയുന്ന സബ്മിറ്റ് ഓൾ അടിക്കുക. അതിനുശേഷം സബ്മിറ്റ് ഓൾ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ പ്രോസസ്സ് പൂർത്തിയായി കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു പേജ് കാണാൻ സാധിക്കും. അത് നിങ്ങൾ ജസ്റ്റ് സേവ് ചെയ്ത് വെക്കുക. ഇത്ര മാത്രമാണ് നിങ്ങളുടെ അപേക്ഷ സംബന്ധമായിട്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഇനി ഈ അപേക്ഷ കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇനി മെയ് 20 തീയതിക്ക് ശേഷം നിങ്ങളുടെ ട്രയൽ അലോട്ട്മെൻറ്റ് സ്വീകരിക്കും. അതിന് മുമ്പ് എന്തെങ്കിലും എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എഡിറ്റ് ഓപ്ഷൻസൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അപേക്ഷ ഈ രീതിയിൽ എല്ലാ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും വളരെ കൃത്യമായ രീതിയിൽ ഈ രീതിയിൽ കൊടുക്കുക. ശേഷം അടുത്ത ഘട്ടത്തിലുള്ള എഡിറ്റ് ഓപ്ഷൻസ് ആവശ്യമാണെങ്കിൽ അതേപോലെ ട്രയൽ അലോട്ട്മെൻറ്റ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഉൾപ്പെടെയുള്ള ഓരോ കാര്യം നമ്മുടെ ചാനലിന് കൃത്യമായിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വളരെ കൃത്യമായ രീതിയിൽ എല്ലാ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഈ രീതിയിൽ സ്വന്തമായിട്ട് തന്നെ അപേക്ഷ കൊടുക്കാൻ വേണ്ടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു അപ്ഡേറ്റ് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെയും തൽക്കാലം ഇറ്റ്സ് മീ സവാദ് അരിച്ചേരി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.